ഇടുക്കിയിൽ ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയനുണ്ട്. രാഹുൽ, സാധാരണ നിലയിൽ ഈ കനത്ത കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാകുന്ന രണ്ട് മേഖലകളാണ്. ഒന്ന് തീരപ്രദേശവും മലയോര മേഖലയും. മലയോര ജില്ല എന്ന നിലയിൽ ഇടുക്കിയിൽ പക്ഷേ ഇന്ന് കാര്യമായ കാറ്റും മഴയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? അജിക്ക് വേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലവർഷത്തിന്റെ തുടക്കത്തിൽ അതിശക്തമായ മഴ അത് വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഈ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ആ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. ആ ഭാഗത്ത് മണ്ണിടിച്ചിലിന്റെ ഭീഷണിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പെയ്ത ആ മഴ ഒരല്പം ശാന്തമുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാറ്റ് അതിഭീകരമായ കാറ്റാണ്. പലയിടങ്ങളിലും നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കാറ്റുകൊണ്ടാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നു. അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിലേക്കും ഏലത്തോട്ടത്തിലേക്കും ഒക്കെ മരം കടപുഴകി വീണ് വലിയ തരത്തിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള സംഭവമാണ് നിലവിൽ ഇവിടെയുള്ളത്. മാത്രമല്ല, മഴ പെയ്താൽ മഴ ഇനി കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പ്രദേശമുണ്ട്, നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം, അവിടെ ഈ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട്. അവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. നിലവിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. പക്ഷേ നല്ല ശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ, ഒരു 3-4 മണിക്കൂറോ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ, ഈ ആശങ്കയുള്ള പ്രദേശങ്ങളിൽ അവിടെ മണ്ണിടിച്ചൽ സാധ്യതയുണ്ട്. അതിനുള്ള ആ മേഖലയിലുള്ള ആളുകളാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇന്ന് ഒരല്പം ശാന്തമായ അന്തരീക്ഷമായിരുന്നു, കാലാവസ്ഥയായിരുന്നു. നാളെ യെല്ലോ അലർട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയില്ല. വരും ദിവസങ്ങളിലും വലിയ കാര്യമായിട്ടുള്ള മഴയ്ക്കുള്ള പ്രവചനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത്തരമുള്ള ആശങ്കകൾ, മഴയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒരല്പം ഇടുക്കി ജില്ലയിൽ കുറവുണ്ട്. ശരി.